ഹലോ എവ്രി വൺ. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഞങ്ങളുടെ. ഇവിടെ 6 വയസ്സ് വരെ കുട്ടികൾ കിൻഡർ ഗാർഡനിലാണ് പോവുക. 6 വയസ്സ് കഴിഞ്ഞാലാണ് സ്കൂളിൽ പോവുക. അപ്പോൾ ഇന്നാണ് ആമിയുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. ഇതിവിടെ ശരിക്കും ഒരു ഫെസ്റ്റിവൽ പോലെയാണ് കേട്ടോ. ഐൻഷൂലുങ് എന്നാണ് ഇവിടെ ഇതിനെ പറയണത്. പണ്ട് കാലം മുതലേ ഉള്ളൊരു കസ്റ്റമാണ് കേട്ടോ ഇത്. കുട്ടികളെ മാക്സിമം എക്സൈറ്റഡും ഹാപ്പിയും ഒക്കെ ആക്കിയിട്ടാണ് ഇവർ സ്കൂളിലേക്ക് വെൽക്കം ചെയ്യണത്. ഇവിടെ പിങ്ക് കളർ കാണുന്നതാണ് ഷൂൾ ടൂട്ട്. ഇതിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്സ് ഒക്കെ ഇടാം. ഈ ഷൂൾ ടൂട്ടാണ് ഈ ഐൻഷൂലുങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോണ എല്ലാ കുട്ടികളുടെ കയ്യിലും ഈ ഒരു ഷൂൾ ടൂട്ട് ഉണ്ടാവും. എത്ര വേഗമാണല്ലേ ഇവർ വലുതാവണേ. അങ്ങനെ ഞങ്ങൾ റെഡിയായി സ്കൂളിൽ പോകാൻ ഇറങ്ങുകയാണ്. ഈ ബാഗും ഒരു സ്പെഷ്യൽ ബാഗാണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബാഗാണിത്. ഈ ബാഗിന് ഇവിടെ പറയുക ഷൂൾ റാൻസൻ എന്നാണ്. എർഗനോമിക്കലി ഡിസൈൻഡ് എന്ന് പറയുന്നതാണ് ഈ ബാഗിൻ്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി നേരെ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് കയറി. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ 4 ഡിവിഷൻ ഉണ്ട്. ആമി D ഡിവിഷൻ ആയിരുന്നു. അപ്പോൾ ഓരോ ഡിവിഷന് അവർ ഓരോ ടൈം സ്ലോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടൈം സ്ലോട്ട് 10:45 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുട്ടികളെ എല്ലാവരും അവർ ഫ്രണ്ടിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. പുതിയ കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് 4th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടികളുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും റിലേറ്റീവ്സും ഒക്കെ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും കുട്ടികൾക്കും പേരൻസിനും ഒക്കെ ഈ ഡേ മെമ്മറബിൾ ആക്കാനുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിവിടെ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ഗ്രേഡേഴ്സിനെ എല്ലാവരെയും ഫ്രണ്ടിലോട്ട് നിർത്തി അവരെ ക്ലാസ് ടീച്ചറിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് 1 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അപ്പോൾ പേരൻസ് കുട്ടികളെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ആ സമയം പേരൻസിന് തമ്മിൽ പരിചയപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് പോയപ്പോൾ പേരൻസൊക്കെ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങി. ഇതാണ് കേട്ടോ ആമിയുടെ സ്കൂൾ. ഇവിടെ സ്കൂൾ കോമ്പൗണ്ടിൽ പേരൻസിന് വേണ്ടിയിട്ട് കോഫിയും പല വെറൈറ്റീസ് ഓഫ് കേക്കും വാഫിൾസും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 hour കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും പുറത്തോട്ട് വന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അത് കണ്ടപ്പോൾ നമ്മളും നല്ല ഹാപ്പിയായി. ആമിക്കും ആമിയുടെ ക്ലാസ് ടീച്ചറിനെയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആൾ നല്ല ഫ്രണ്ട്ലി ആണത്രേ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നിയത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇവിടെ. ബിക്കോസ് ഇവിടെ 4th സ്റ്റാൻഡേർഡ് വരെ ഇവർക്ക് സെയിം ക്ലാസ് ടീച്ചറാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലുള്ള ആമിയുടെ ക്ലാസ്സിലേക്ക് പോയി. അവിടെ ഓരോ കുട്ടികളുടെയും പേരൊക്കെ എഴുതി ഇങ്ങനെ അവരുടെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഇതാണ് അവരുടെ ക്ലാസ് റൂം. കുട്ടികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇങ്ങനെ പേരൊക്കെ എഴുതി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല സ്കൂൾ തുടങ്ങുന്നതിന് മുന്നേ എല്ലാ കുട്ടികൾക്കും ക്ലാസ് ടീച്ചർ ഒരു ആക്ടിവിറ്റി ഷീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓൾറെഡി ക്ലിപ്പ് ചെയ്ത് അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. ഒരു ഫീൽ ഗുഡ് സംഭവം. അങ്ങനെ ആമി അവളുടെ ലൈഫിലെ അടുത്ത ഫേസിലേക്ക് കടക്കുകയാണ്. അതും അടിപൊളിയാവട്ടെ.